ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അതായത് വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഡിമെയ്ഡ് ടൈപ്പ് കിട്ടാറുണ്ട്. ഇനി അതല്ല, നമ്മളിവിടെ പരിചയപ്പെടുന്നത് അതായത് പാർട്ടി തന്നെ, അതായത് ഈ വീടിൻ്റെ ഓണർ തന്നെ സ്റ്റീലിൽ ഈ പറഞ്ഞ ലെവലിൽ സ്വന്തമായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ടാങ്കാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചത്. ഒറ്റ മോൾഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ കുറച്ചൊരു വ്യത്യാസം കാര്യങ്ങൾ ഫീൽ ചെയ്യും. അതായത് കമ്പനിയിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡ് ഉൾപ്പെടെ ഒറ്റ ലെവലിലാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് സ്റ്റാൻഡ് സെപ്പറേറ്റ്, സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ ടാങ്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് സ്റ്റാൻഡ് നമ്മൾ പണിയിക്കണം. ആ സെപ്പറേറ്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ GIയിലാണ് പണിയുന്നത്. ഇവിടെ നമ്മൾ അതോട് തന്നെ GIയുടെ തന്നെ, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ ടാങ്കിൻ്റെ സ്റ്റാൻഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ലൈഫ് ലോങ് തന്നെ നമുക്ക് ഈ പറയുന്ന തുരുമ്പോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഒറ്റ മോൾഡിങ്ങിലൂടെയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ 4 നല്ല സ്ട്രോങ് വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ 4 ടാങ്ക് കാലുകൾ ഉറപ്പിച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ തന്നെ ടാങ്ക് കാര്യങ്ങൾ അതിൻ്റെ നേരെ മുകളിലായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് അല്ല വരുന്നത്, ഒറ്റ മോൾഡിങ്ങിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളതിൻ്റെ വേസ്റ്റ് ലൈനാണ് വരുന്നത്. അതായത് സെൽഫ് ക്ലീനിങ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ടാങ്ക് യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു കുനിയിൽ പോലെ താഴെ കുറച്ച് ഏരിയ താഴേക്ക് കുനിയിൽ പോലെ ഇരിക്കും. അപ്പോൾ വെള്ളത്തിന് അതിന് മുകളിലേന്നായിരിക്കും, ആ കുനിലിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗമുണ്ട്, അതിലൂടെ ആയിരിക്കും 2 ഇഞ്ച് ഔട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് താഴേക്ക് വരുന്ന, അതായത് താഴെയായിരിക്കും ഇപ്പോൾ കിണറിൽ വരുന്ന ചെളിയോ അതെങ്കിലും വെള്ളത്തിൻ്റെ ഒരു വ്യത്യാസങ്ങളോ കാര്യം താഴെ വന്നിട്ടായിരിക്കും അടിഞ്ഞു കിടക്കുന്നത്. അതൊരിക്കലും ലൈനിലേക്ക് വരാത്ത രീതിയിൽ കുനിയിൽ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നേരെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പൈപ്പിന് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് മാസത്തിലൊരിക്കോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കോ വേണമെങ്കിൽ നമുക്കത് ആ പൈപ്പിൻ്റെ വാൽവ്, അതായത് സെൻറ്ററിൽ ആ വാൽവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേസ്റ്റ് ലൈൻ കാര്യങ്ങളിലേക്ക്, അതായത് താഴെ ചെളി അടിഞ്ഞു കിടക്കുന്ന വെള്ളം കാര്യങ്ങളൊക്കെ നേരെ പുറത്തേക്ക് ഓവർഫ്ലോയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവർഫ്ലോ വഴി നേരെ പുറത്തേക്ക് പൊക്കോളും. ഒരിക്കലും ചെളിവെള്ളം പോലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മണ്ണോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ചെളി വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഒരിക്കലും ലൈനിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ ആണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെയാണ് ഫുൾ പ്രൊഡക്ട്സ് കാര്യങ്ങൾ ഒറ്റ മോൾഡിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, അതായത് സ്റ്റാൻഡ് നേരെ നമ്മുടെ ഈ പറയുന്ന ടാങ്കിലേക്കാണ് മോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അവർ തന്നെ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഉൾപ്പെടെ നമുക്ക് ഒന്നിച്ച് നമുക്ക് മുകളിലേക്ക് കയറ്റാവുന്നതിന് കുറച്ച് റിസ്ക് ആയിരിക്കും. അതുമാത്രമാണ് ഒരു ചെറിയൊരു വിഷയം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ടാങ്ക് ആദ്യം കയറ്റും, അതിനുശേഷം സ്റ്റാൻഡ് കയറ്റും. ഇങ്ങനെ 2 സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാറ്. ഇതാകുമ്പോൾ ഒറ്റ മോൾഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നു. പിന്നെ അതിൻ്റെ സൈഡിലൂടെ മുകളിലേക്ക് കയറാനുള്ള ഗോണി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ടാങ്കിൻ്റെ മുകളിൽ ചെന്നതിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനും ഇടയ്ക്ക് ടാങ്കിൻ്റെ അകത്തൊക്കെ ഗസ്റ്റ് കയറി നോക്കുന്നതിനും ടാങ്കിനോട് ചേർന്ന് തന്നെയാണ് അതിന് ഗോണി കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കണ്ട. സെപ്പറേറ്റ് തന്നെ ആ സൈഡ് ടാങ്കിനോട് ചേർന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ, നല്ല സ്ട്രോങ് ആയിട്ട് വരുന്ന, നല്ല ഗേജ് വരുന്ന സ്റ്റീലിൻ്റെ ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ വെൽഡിങ് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതിന് ഹോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല നീറ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഒറ്റ മോൾഡിങ് തന്നെയാണ് ആൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആളുടെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കമ്പനി ഇതുപോലെ ഇറക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ അറിവില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കമ്പനി ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി അറിയാൻ സാധിക്കും. ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള, അതായത് സ്റ്റീലിൻ്റെ തന്നെ കുറച്ചുകൂടി നല്ല സ്ട്രോങ് വാട്ടർ ടാങ്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യാനൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.